16 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ 7 പേരെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. 14 പേർ ഉൾപ്പെട്ട സംഭവത്തിലെ ബാക്കിയുള്ള 6 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. ചന്ദേര സ്റ്റേഷൻ പരിധിയിലെ 16 വയസ്സുകാരനെ ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പീഡിപ്പിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിൽ 8 കേസുകളാണ് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉൾപ്പെടെ 5 പോലീസ് ഇൻസ്പെക്ടർമാർ ചേർന്നുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുട്ടിയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒരാൾ ഇറങ്ങിയോടുന്നത് കണ്ട വീട്ടുകാർ നൽകിയ പരാതിയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ചൈൽഡ് ലൈൻ വഴി നടത്തിയ നീക്കത്തിലാണ് പ്രമുഖരുൾപ്പെടെ നിരവധി പേർ പീഡന സംഭവത്തിലുണ്ടെന്ന് തിരിച്ചറിയുന്നത്. മറ്റൊരു സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ പരിശോധിച്ചതാണ് കുട്ടിക്ക് ഉന്നതരുമായുള്ള ബന്ധം കണ്ടെത്തുവാൻ ഇടയാക്കിയത്. മൊബൈൽ ആപ്പ് വഴി പരിചയപ്പെടുന്നവരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണമിടപാട് നടത്തിയ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. 14 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. കാസർഗോഡ് ജില്ലയിലെ ഒരു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും പ്രമുഖ കായിക പരിശീലകനും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും രാഷ്ട്രീയ നേതാക്കളും ചില നേതാക്കളുടെ ബന്ധുക്കളും 14 പേരുള്ള സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വെള്ളച്ചാൽ സ്വദേശി സുകേഷ്, പടന്ന സ്വദേശി സൈനുദ്ദീൻ, തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ റയീസ്, വളുവക്കാട്ടെ അബ്ദുൽ റഹ്മാൻ ഹാജി, ചന്ദേരയിലെ അഫ്സൽ, പിലിക്കോട്ടെ ചിത്രരാജ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൃക്കരിപ്പൂർ വടക്കുംപാട് സ്വദേശി സിറാജുദ്ദീൻ മുൻകൂർ ജാമ്യം തേടുന്നതായാണ് വിവരം. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെയും ചീമേനി സ്റ്റേഷൻ പരിധിയിലെയും തൃക്കരിപ്പൂർ, പിലിക്കോട് പഞ്ചായത്തുകളിൽപ്പെട്ട 6 പേരെയാണ് തിങ്കളാഴ്ച രാത്രി വൈകിയും ചൊവ്വാഴ്ച രാവിലെയുമായി അറസ്റ്റ് ചെയ്തത്. കാസർഗോഡിന് പുറമെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലുള്ളവരും കേസുകളിലുണ്ട്. കേസുകളിൽ ഉൾപ്പെട്ടവരെ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.